ഞാൻ അസറൂന്ന വിളിക്കാറ്. അവൻ പനി ബാധിച്ചിട്ട് കഴിഞ്ഞ ദിവസം മരിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. ശേഷം ഇവരുടെ വീട്ടുകാർ, അതായത് അയാളുടെ ഉമ്മ, 2 പെങ്ങന്മാരെ ഭർത്താവ് എന്നെ ഇട്ടിട്ട് ശ്രീധരന്റെ പേരിൽ വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ ഒരു സ്ത്രീയും 11 വയസ്സായ ഒരു മകളും ഭർത്താവിൻ്റെ വീടിന് മുൻപിൽ വലിയ രീതിയിൽ ബഹളം വെക്കുന്നു, പ്രതിഷേധിക്കുന്നു. ഒടുവിൽ ഭർത്താവ് മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന ഒരു സംഭവം ഉണ്ടായി. വയനാട് ബത്തേരിയിലാണ് ഒരു ഷഹാന ബാനു എന്ന് പേരുള്ള ഒരു യുവതി, അവരുടെ 11 വയസ്സായ ഒരു മകള് ഈ ഒരു വർഷമായിട്ട് ഇവർ മാറി താമസിക്കുകയാണ്. ഭർത്താവും ഭാര്യയൊക്കെ മാറി താമസിക്കുകയാണ്. ഇപ്പോൾ ഭർത്താവ് ഈ ഭാര്യ അറിയാതെ രണ്ടാമതൊരു വിവാഹം ചെയ്തൊരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നീതി കിട്ടിയിട്ടില്ല, എനിക്ക് സ്ത്രീധനം ആവശ്യപ്പെട്ട് എന്നെ ഒരുപാട് ശാരീരികവും മാനസികമായി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഷഹാന ബാനു എന്ന ആദ്യ യുവതി മകളും ഒന്നിച്ച് വീട്ടിൽ ബഹളം ഉണ്ടാക്കിയത്. ശേഷം ഇവരുടെ വീട്ടുകാർ, അതായത് അയാളുടെ ഉമ്മ, 2 പെങ്ങന്മാരെ ഭർത്താവ് എന്നെ ഇട്ടിട്ട് ശ്രീധരന്റെ പേരിൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കാൻ തുടങ്ങി. എന്റെ അടുത്ത് ഇനി കൊടുക്കാനില്ല, എല്ലാം ഞാൻ കൊടുത്തു. 37 പവൻ 3 ലക്ഷം രൂപയൊക്കെ ഞാൻ കൊടുത്തു. ഇനി ഒന്നും എന്റെ കയ്യിൽ കൊടുക്കാനില്ല. അയാൾ എന്റെ വീട്ടിൽ വന്ന് നിരന്തരം ശല്യം ചെയ്യാൻ വലിയ സങ്കടം തോന്നി. കാരണം ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ സ്ത്രീധന പീഡനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. പല ആളുകളും സ്വയം ജീവൻ കൊടുക്കുന്നുണ്ട്. ചില ആളുകൾ എങ്ങനെ മരിച്ചതുപോലും കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഈ ഷഹാന ബാനു പറയുന്നത് എൻ്റെ 35 പവൻ ഞാൻ കൊടുത്തു, അതേപോലെ എനിക്ക് ജീവിക്കാൻ ഒട്ടും സമ്മതിക്കുന്നില്ല ഭർത്താവ്, ഭർത്താവിൻ്റെ ഉപ്പ, ഉമ്മ, വീട്ടുകാർ, അളിയൻ, ഇവരുള്ള ആളുകളൊന്നും എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ഇതാ എന്നെ ഡിവോഴ്സ് ചെയ്യാതെ, എൻ്റെ സമ്മതമില്ലാതെ, എന്നെ പരിഗണിക്കുക പോലും ചെയ്യാതെ, എനിക്ക് ചെലവിന് തരാതെ ഭർത്താവ് വേറെ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു എന്നൊക്കെയാണ് ഈ യുവതിയുടെ ഈ ഒരു പരാതിയിൽ പറയുന്നത്. ഏതായാലും വിഷയം അറിഞ്ഞ പോലീസ് ഈ യുവതിക്കൊപ്പം നിന്നില്ല എന്നും ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ പറയുന്നതാണ് ശരിയെന്നുമാണ് എന്ന രീതിയിലാണ് പോലീസ് ഞങ്ങളോട് പെരുമാറിയത് എന്നൊക്കെ ഈ യുവതി ആരോപിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യങ്ങൾ, ഇതിൻ്റെ ഒരു മറുഭാഗം അറിയില്ല. ഭർത്താവിൻ്റെ ഉപ്പ പറയുന്ന ഒരു കാര്യം, ഈ പെൺകുട്ടിയൊക്കെ കുഴപ്പമൊന്നുമില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും, കാര്യങ്ങളൊക്കെ ഡീസൻ്റാണ്. പക്ഷേ ഇവർ വിചാരിക്കുന്ന പോലെ ഫാഷനായിട്ട് നടക്കാനോ ജിമ്മിൽ പോയിട്ട് നടക്കുന്ന ഒരു രീതിയൊന്നും ഈ കുടുംബത്തിലില്ല. അപ്പോൾ ഈ കുടുംബത്തിൽ ചേരുന്ന ഒരു രീതിയല്ല ഈ പെൺകുട്ടി ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവളെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നാണ്. കുട്ടി പ്രശ്നക്കാരിയാണ്, അവൾക്ക് സ്വന്തമായി പറന്ന് നടക്കണം, പുതിയ ഫാഷനിൽ നടക്കണം. അതൊന്നും ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചോളം ആലോചിച്ച് കൊടുക്കാൻ പറ്റില്ല. നല്ല പഠിക്കുന്ന കുട്ടിയാണ്, വീട്ടിലൊക്കെ നല്ല ഉപകാരം ചെയ്യുന്ന കുട്ടിയൊക്കെ തന്നെയാണ്. പക്ഷെ അവൾ ഭർത്താവിനെ അനുസരിക്കില്ല, വീട്ടുകാരെ അനുസരിക്കില്ല. അവൾക്ക് ഓടിപ്പാടി നടക്കണം, അതാണ് അവളെ മെയിൻ ലക്ഷ്യം. ജിമ്മും മറ്റുള്ള പരിപാടികളൊക്കെ ആയിട്ട് അവൾ പുറത്തും ആടിപ്പാടി നടക്കുകയാണ് ചെയ്തത്. അതൊന്നും ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചോളം വെച്ചുറപ്പിക്കാൻ പറ്റുന്നൊരു സംഭവം. ഒരു ദാമ്പത്യ പ്രശ്നങ്ങളാകുമ്പോൾ 2 കൂട്ടർക്കും തങ്ങളുടേതായ ന്യായങ്ങൾ ഉണ്ടാവും. നമുക്കിപ്പോൾ ഈ വിഷയത്തിൽ ഇന്നാൾ ന്യായം ഇന്നാൾ അന്യായം എന്നൊന്നും പറയാൻ സാധ്യല്ല. കാരണം നമ്മൾ അതിനെക്കുറിച്ച് ഫുള്ളായിട്ട് അറിയില്ല. ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഫുള്ളായിട്ട് അറിയുന്ന വിവരങ്ങളാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഏതായാലും ഈ ഒരു പെൺകുട്ടിയെ ഒരാൾ രണ്ടാമത് വിവാഹം കഴിക്കണമെങ്കിൽ ആദ്യ ഭാര്യയുടെ സമ്മതം വേണമെന്ന് വെച്ചാൽ മതപരമായിട്ട് അതിൻ്റെ ആവശ്യമില്ല. രണ്ടാമത് വിവാഹം കഴിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളുണ്ട്. ചില ആളുകൾക്ക് മറ്റൊരു മാർഗവും ഇല്ലെങ്കിൽ ജീവിക്കണമല്ലോ. ഒരു ഭാര്യയെ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ കഴിയുന്ന ആളുകൾക്ക് വേണമെങ്കിൽ കഴിക്കാം. നമ്മളിവിടെ രണ്ടാമത് വിവാഹം കഴിച്ചതിനെ കുറിച്ചല്ല, നമ്മുടെ ദാമ്പത്യം ഏത് രീതിയിലാണ് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകേണ്ടത് എന്ന് പറയുന്നതോടൊപ്പം ഞാൻ വളരെ എൻ്റെ പേഴ്സണലായിട്ടൊരു കാര്യം ഞാൻ പറയാം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഇത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതല്ല, പക്ഷേ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന അത്യാവശ്യമുള്ളതെന്ന് പറയണം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുണ്ട് അസ്ഹറുദ്ദീൻ എന്ന പേരുള്ള മണ്ണാർക്കാടുകാരനാണ്. ഡൽഹിയിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായിരുന്നു അസ്ഹറുദ്ദീൻ എന്ന 24 വയസ്സുള്ള SKSSF എന്ന് പറയുന്ന സംഘടനയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമാണ്, KMCCയുടെ നേതാവാണ്, MSFന്റെ നേതാവാണ്, ചുറുചുറുക്കുള്ള സാമൂഹ്യ പ്രവർത്തകനാണ്. അസ്ഹറുദ്ദീൻ എൻ്റെ അടുത്തൊരു ഫ്രണ്ടാണ്. അസ്ഹറുദ്ദീനെ ഞാൻ കണ്ടിട്ടില്ല, മണ്ണാർക്കാട്ടുകാരനാണ്. സോഷ്യൽ മീഡിയയിൽ ഞാൻ എഴുതുന്നൊക്കെ സജീവമായി നിന്നിരുന്ന കാലത്ത് എൻ്റെ ഫീച്ചറുകൾ കണ്ട് ഇങ്ങോട്ട് നമ്പർ വാങ്ങി പരിചയപ്പെട്ട് വളരെ വലിയ സൗഹൃദങ്ങൾ സൂക്ഷിക്കുകയും എന്തെങ്കിലും ഇപ്പോൾ ജാമിയ മില്ലിയയിലെ പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ വിളിച്ച് എപ്പോഴും മാഷ് എപ്പോൾ ഡൽഹിയിൽ വന്നാലും എനിക്ക് വിളിക്കണം, ഞാൻ എന്ത് സഹായത്തിലുണ്ടാവും, ആരെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിലേക്ക് വരുന്ന സംഭവം ഉണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് വളരെയധികം സൗഹൃദം കാണിച്ചിരുന്ന അസ്ഹറുദ്ദീൻ എന്ന പേരുള്ള ഞാൻ അസറൂന്ന വിളിക്കാറ്. അവൻ പനി ബാധിച്ചിട്ട് കഴിഞ്ഞ ദിവസം മരിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ സോഷ്യൽ മീഡിയ വഴിയാണ് ആ മരണവിവരം അറിഞ്ഞത്. ഇന്നലെ ആ മയ്യത്ത് നാട്ടിലെത്തിച്ച് ഖബറടക്കം ഇന്നാണ് കഴിഞ്ഞത്. വളരെ വേദനിക്കുന്നതാണ്. നമ്മളെല്ലാവരും
ആ ഒരു പൊന്നുമോന് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. അള്ളാഹു ആ ഒരു യുവാവിന് മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ആ ഒരു യുവാവിൻ്റെ കുടുംബത്തെക്കുറിച്ച് യുവാവിനെ കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണ വിശേഷങ്ങൾ. കാരണം എത്ര ചെറുപ്പത്തിൽ ഒരുപാട് പേർക്ക് നന്മയുടെ വെളിച്ചമേകാൻ കഴിഞ്ഞ ഒരു യുവാവാണ് അസ്ഹറുദ്ദീൻ എന്ന അസറു. ആര് ഡൽഹിയിൽ പോയാലും അവർക്കൊക്കെ എന്തെങ്കിലും സഹായത്തിനുണ്ടെങ്കിൽ അവിടെ അവനുണ്ടാവും. അപ്പോൾ എന്നോട് ഞാൻ എൻ്റെ പേഴ്സണലി ഞാൻ സാധാരണ ചില മരണങ്ങൾ പറയുമ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ബന്ധമുള്ള ആളുകൾ ആയിക്കൊള്ളുന്നില്ല. പക്ഷേ ഇവൻ്റെ മരണം അറിഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം എത്രയോ കാലം ജീവിക്കാനുള്ള സേവനങ്ങൾ ഈ 24 വയസ്സിൻ്റെ ഉള്ളിൽ അവൻ നൽകിയിട്ടുണ്ട്. ഒരു പക്ഷേ ഒരുപാട് പേർക്ക് പ്രകാശമായി കഴിഞ്ഞപ്പോൾ ഇതിനേക്കാൾ വലിയൊരു പ്രകാശം ആ ലൈഫിൽ ഇല്ലെന്ന് തോന്നിയപ്പോൾ ആ ആയുസ് അത്രയുള്ളൂ. ഒരു 80 വയസ്സിൻ്റെ സൽപ്രവർത്തനങ്ങൾ ആ ഒരു കുറഞ്ഞ ആയുസ്സിൽ ഈ അസറുദ്ദീൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. 2 സഹോദരിമാരാണ് ഉള്ളതെന്നാണ് എൻ്റെ ഒരു വിവരം. ഏതായാലും ഞാനിങ്ങനെ എൻ്റെ മെസ്സഞ്ചറും എൻ്റെ വാട്സപ്പ് ചാറ്റൊക്കെ നോക്കിയപ്പോൾ വളരെ സങ്കടം തോന്നി. എപ്പോഴും വിളിച്ച് സൗഹാർദ്ദങ്ങൾ പങ്കിട്ടിരുന്ന, എൻ്റെ എഴുത്തുകളുടെ വിമർശനങ്ങളും അതേപോലെ പ്രോത്സാഹനങ്ങളും നൽകിയിരുന്ന ഒരു നല്ല യുവാവൻ. അവൻ എനിക്ക് ആദ്യം വിളിക്കുന്നത് ഞാൻ ഡൽഹിയിലേക്ക് പഠിക്കാൻ പോകുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം, ഞാൻ ജാമിയ മില്ലയിലേക്ക് പോവാണ്, നിങ്ങൾ എന്ത് പറയുന്നു എന്നറിയാനാണ്. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. മറ്റൊന്നും ഞങ്ങൾ ഒരുപാട് മറ്റൊരു മേഖലകളെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും വളരെ വലിയൊരു വേദനയായി. ഇപ്പോൾ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഇസ്ലാമിൻ്റെ കുടുംബമൊക്കെ ആ ഒരു യുവാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു ദാമ്പത്യം വിജയിക്കണം എന്നുണ്ടെങ്കിൽ 2 കൂട്ടരുടെയും ആറ്റിറ്റ്യൂഡ് ശരിയാവണം. ഇവിടെ ഒരു പക്ഷെ അത് ആയിട്ടുണ്ടാവില്ല. ഞാൻ 4 കാര്യങ്ങൾ പറയാം. ആ 4 കാര്യങ്ങളുടെ ഒരു 4 ടാങ്കാണ്. ആ 4 ടാങ്കിൽ നിങ്ങൾ ഏതാണോ കൂടുതൽ നിറക്കുന്നത് അതിനനുസരിച്ച് ലൈഫേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നമ്മളൊരു നല്ല ദാമ്പത്യം വേണമെങ്കിൽ ഒരുപാട് നമ്മുടെ ഇഷ്ടങ്ങൾ സാധനങ്ങളൊക്കെ നമ്മൾ ത്യജിക്കേണ്ടി വരും, നഷ്ടപ്പെടുത്തേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ പറയുന്ന 4 കാര്യങ്ങളിൽ നിങ്ങൾ ഈ 4 ടാങ്കുകളും നിങ്ങളുടെ ഇമോഷൻ കാരണം, നിങ്ങളുടെ ഇമോഷൻസ് കൊണ്ട് നിങ്ങൾ നിറക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ദാമ്പത്യങ്ങൾ കിട്ടും. അതല്ല 4 ഏതെങ്കിലും ഒന്നാണെങ്കിൽ നിറക്കുന്നെങ്കിൽ അത് കിട്ടും. അപ്പോൾ ദാമ്പത്യത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഞാനൊന്ന് പറയാം. ഒരു ദമ്പതികളായി നിൽക്കുന്ന ഒരാളെ ഒന്നാമത്തെ ടാങ്ക് പാർട്ട്ണർ എന്ന് പറയുന്ന ടാങ്കാണ്. അതായത് ഭാര്യക്കാണെങ്കിൽ ഭർത്താവാണെങ്കിൽ ഭാര്യ. എപ്പോഴും അവരോടുള്ള സ്നേഹം, അവരോടുള്ള സാമീപ്യം, ഇതിന് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു രീതി വേണം. രണ്ടാമതൊന്ന് ഇവരുടെ വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്റ്റഡി ആവാം അല്ലെങ്കിൽ ജോലി ആവാം. അപ്പോൾ എനിക്ക് ജോലിയാണ് പ്രാധാന്യം എന്ന് പറഞ്ഞ് ജോലിയുടെ ടാങ്കാണ് നടക്കുന്നതെങ്കിൽ അപ്പോൾ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഭാര്യ ആ ഭാഗം വീക്കാവും. കാരണം എനിക്ക് ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കാൻ വയ്യ, എനിക്ക് കുട്ടികളുടെ കാര്യം നോക്കാൻ വയ്യ. കുട്ടീനൊക്കെ 1 വയസ്സാകുന്ന കുട്ടീനെ ഉമ്മയുടെ കയ്യെ ഏൽപ്പിച്ചിട്ട് ഗൾഫിൽ പോയിട്ട് കാശുണ്ടാക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അവർക്ക് കാശുണ്ടാക്കുക. അപ്പോൾ ഹസ്ബൻഡ് തല്ലുവിടും. അപ്പോൾ അവർക്ക് വർക്ക് അല്ലെങ്കിൽ സ്റ്റഡി അല്ലെങ്കിൽ ജോലി ആ ഒരു ടാങ്ക് നിറക്കണം എന്നാണ് ആഗ്രഹമുള്ളത്. അപ്പോൾ അത് നിറയും. അതിൽ വളരെ പെർഫെക്റ്റ് ആവും, നല്ല ജോലിക്കാരിയാവും. പക്ഷേ നല്ലൊരു ഭാര്യ ആയിക്കൊള്ളുന്നില്ല. ചില ആണുങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ, ജോലി അതിനിടക്ക് ഭാര്യ മക്കൾ അത് മറക്കും. അപ്പോൾ ഈ 2 ടാങ്കും കറക്റ്റായിട്ട് ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ കുറേയേറെ നന്നാവും. ഇനി മൂന്നാമതൊരു ടാങ്കുണ്ട് ഫാമിലി എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് ഭാര്യയുടെ ഫാമിലി, ഭാര്യയുടെ ഉപ്പ ഭാര്യയുടെ ഉമ്മ, ഭർത്താവിൻ്റെ ഉപ്പ ഭർത്താവിൻ്റെ ഉമ്മ. ഇതിനെയും ഈ ടാങ്കും നിറക്കണം. ഈ ടാങ്കിനെയും നമ്മൾ സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. 4മതൊന്ന് അതും ഫാമിലിയാണ്. ഏത് ഫാമിലി? ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ അവരുടെ 2 കൂട്ടരുടെയും ഉപ്പയും ഉമ്മയും അടങ്ങുന്ന ഫാമിലി. അപ്പോൾ ഈ 4 ടാങ്കും കൃത്യമായിട്ട് നിറച്ചാൽ മാത്രമേ ദാമ്പത്യം എന്ന വാഹനം കറക്റ്റായിട്ട് മുന്നോട്ട് പോകും. പല കുടുംബങ്ങളിലും നോക്ക്, ഭർത്താവിൻ്റെ കരുതൽ എൻ്റെ ഉപ്പിമ്മയും ഒക്കെയാണ്, ആളുടെ ഉപ്പിമ്മയും ഒരു അന്തല്ലാത്തൊരു കയറി വന്ന കണ്ടില്ലേ. ഈ രീതിയാണെങ്കിൽ ആ ദാമ്പത്യം മുന്നോട്ട് പോകില്ല. പെണ്ണിന് തോന്നുന്നത് എൻ്റെ ഉപ്പിമ്മയും പറഞ്ഞ് മാത്രമാണ് ശരി, എൻ്റെ അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആളുടെ അമ്മായിമ്മ. അപ്പോൾ അമ്മായിമ്മനെ കുറ്റം. അപ്പോൾ അമ്മായിമ്മ എന്ന് പറയുന്ന ഭർത്താവിൻ്റെ ഫാമിലിയെയും സ്വന്തം ഫാമിലിയെയും സ്വന്തം പാർട്ട്ണറെയും സ്വന്തം സ്റ്റഡി ഓർ വർക്കിനെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ 4 ടാങ്കുകളും ഒന്നിച്ച് ഒരുപോലെ നിറക്കാൻ കെൽപ്പുള്ള 1-2% പേരേ ഉണ്ടാവുള്ളൂ. ഇവരാണ് ദാമ്പത്യത്തിൽ വിജയിക്കുന്ന ആളുകൾ. ഇങ്ങനെ ഉണ്ടെങ്കിലേ വിജയിക്കാൻ കഴിയൂ. ഞാൻ ഈ പറയുന്ന സമയത്ത് പേപ്പർ എടുത്ത് വരച്ചോ, 4 റൗണ്ട് ഇട്ടിട്ട് നിങ്ങൾ വരച്ചുണ്ടാക്കിയിട്ട് നോക്കി നോക്ക്. നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്ന സാധനമാണോ നിങ്ങൾ പ്രാമുഖ്യം കൊടുക്കണത്? ഒരു പക്ഷേ കുടുംബം, നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ തെറ്റാം, ഉപ്പ തെറ്റാം, ഇവിടെ വാടി, അങ്ങനെ പല കാര്യങ്ങളും പറയും. ഓൾക്കുള്ള ഭർത്താവും കെട്ടിയവനും ഓളും മാത്രമേ വേണ്ടുള്ളൂ, അവൾക്ക് ബാക്കിയുള്ളവരൊന്നും വേണ്ട എന്ന രീതിയിലേക്ക് വരും. ജോലി മാത്രമേ, ബിസിനസ് മാത്രമേ, എൻ്റെ പഠിപ്പ് മാത്രമേ, എൻ്റെ കരിയറിസ്റ്റ് മാത്രമേ ആയി മാറുള്ളൂ എന്ന് പറയും. അതാണ് ഹാദിയക്ക് സംഭവിച്ചത്. ഹാദിയക്ക് കരിയറാണ് മെയിൻ. അപ്പോൾ കരിയറിനനുസരിച്ചൊരു ഹസ്ബൻഡ് ഇപ്പുറത്ത് വന്നാൽ റെഡിയാവും. അപ്പോൾ ഈ രീതിയിൽ ഈ 4 ടാങ്കുകളും നമുക്ക് നിറക്കാൻ, ഇമോഷൻസ് കൊണ്ട് നിറക്കാൻ കഴിഞ്ഞാൽ ദാമ്പത്യ സന്തോഷം. എപ്പോഴൊക്കെ നമ്മുടെ ദാമ്പത്യം തകരാറാവുന്നുണ്ടോ ഇതിൽ 4 ഏതെങ്കിലും ഒന്ന് വീക്കായിട്ടാവും. അപ്പോൾ ആ വീക്കാകുന്ന സാധനം സ്പെസിഫിക് ആയിട്ട് പരിശോധിച്ച് അത് നമ്മൾക്ക് ആ ടാങ്ക് നിറക്കാൻ ശ്രമിച്ചാൽ വളരെ തന്ത്രപരമായിട്ട് അടിപൊളിയായിട്ട്
നമുക്ക് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പരിഗണിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. ഫാമിലിക്ക് ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സിന് ഫ്രണ്ട്സ് ഉണ്ട്, പാർട്ട്ണർക്ക് പാർട്ട്ണർ ഉണ്ട്, ജോലിക്ക് ജോലി, എല്ലാ കാര്യങ്ങളും. പിന്നെ ചിലപ്പോഴൊക്കെ ചിലതൊക്കെ വീക്കാവട്ടാ. ആ വീക്കാകുമ്പോൾ നമ്മളോട് നമുക്ക് അതിൻ്റെ അടയാളുകൾ ഇങ്ങനെ വരുമല്ലോ മറ്റോടത്തുനിന്ന്, മറ്റേ ഭാഗത്തുനിന്ന്. അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ ഫില്ല് ചെയ്യും. ഇപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സന്തോഷമായിട്ട് പോകും, ലൈഫിൽ സന്തോഷമായിട്ട് പോവുക. ഒട്ടും യോജിക്കാൻ പറ്റാത്തതാണെങ്കിൽ തല്ലുകൂടാൻ നിൽക്കാതെ ഡിവോഴ്സായിട്ട് നഷ്ടപരിഹാരം വാങ്ങി മാന്യമായി ജീവിക്കുക. അതോടൊപ്പം നമ്മൾ ആ ഒരു അസറുദ്ദീന് വേണ്ടി ദ്വാ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.